ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ ചാപ്റ്റർ വോളിയമാണ്. വോളിയത്തിലെ പേജ് നമ്പർ 45 ആൻഡ് 46 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. ദ ഇന്നർ സൈഡ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് ആർ ലെങ്ത് 4 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? അപ്പോൾ നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ് കപ്പാസിറ്റി കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻസൈഡ് ഇറ്റ്. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉള്ളിലുള്ള അളവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കപ്പാസിറ്റിക്കും സെയിം ഫോമിലാണ്, വിഡ്ത്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഇന്നർ സൈഡ് കപ്പാസിറ്റി കാണണം, എന്നിട്ട് അതിൽ നിന്ന് സ്മോൾ ക്യൂബ്സ് ആണ് സ്റ്റാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കപ്പാസിറ്റി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം എന്താണ്? 4 സെൻറ്റിമീറ്റർ ആണ്. എന്തുകൊണ്ടാണ്? ഇതൊരു ക്യൂബാണ് അല്ലേ? ദ ഇന്നർ സൈഡ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് ആർ ഓഫ് ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റൊക്കെ എന്താണ്? ലെങ്ത്ത് ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു ഹൈറ്റ് എല്ലാം എന്താണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു ഹൈറ്റ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇനി കപ്പാസിറ്റി എന്ന് പറയുന്ന ഫോമുല എന്താണ്? വിഡ്ത്ത് ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മുടെ 4 ഇൻറ്റു 4 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 64 കിട്ടി അല്ലേ? 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 ഇൻറ്റു 4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 64. അപ്പോൾ 64 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു. ഇനി അടുത്ത എന്താണ്? സ്മോൾ ക്യൂബ്സ് ആണെന്ന് പറഞ്ഞല്ലേ? സ്മോൾ ക്യൂബ്സ് ഇനി സ്റ്റാക്ക് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മോൾ ക്യൂബ്സിൻ്റെ എന്ത് കാണണം? നമ്മൾ വോളിയം കാണണം. ഓക്കെ, അപ്പോൾ സ്മോൾ ക്യൂബ്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ എത്രയാണ്? 2 ആണ് അല്ലേ? ക്യൂബാണ്, അതുകൊണ്ട് വിഡ്ത്തും ഹൈറ്റും ഒക്കെ എന്തായിരിക്കും? ലെങ്ത്തൊക്കെ ഒരേ മെഷർമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് 2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വോളിയം നമ്മൾ കാണുക ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? വോളിയമാണ്, കപ്പാസിറ്റിയാണ് കണ്ടത്. ആദ്യം നമ്മൾ കപ്പാസിറ്റി കണ്ടു. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ, അതായത് ഇന്നർ സൈഡിലുള്ള ക്യൂബിക്കൽ ബോക്സിൽ നമുക്ക് ഇത് ഇങ്ങനെ അടുക്കി വെക്കണം. വേറൊരു ക്യൂബ് നമുക്ക് അടുക്കി വെക്കണം. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 8 ആണ്. ചോദ്യം ഇതാണ്, എത്ര ക്യൂബ്സ് അങ്ങനെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ കഴിയും? നമ്പർ ഓഫ് ക്യൂബ്സ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻസൈഡ്. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 64 ഡിവൈഡഡ് ബൈ 8. 64നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണെന്ന് അറിയാമല്ലോ? 8 ഇൻറ്റു 8 64 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 8 ആണ്. 8 ക്യൂബ്സ് നമുക്കങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് തന്ന അളവിന് കൊണ്ട് നമ്മൾ കപ്പാസിറ്റി കാണുക. അതൊക്കെ പിന്നെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ വന്നതിൻ്റെ വോളിയം നമ്മൾ കാണുക. അപ്പോൾ എത്ര അടുക്കി വെക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവിഷനാണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ 64 ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഈസ് 8. അപ്പോൾ 8 ക്യൂബ്സ് നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്നർ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ tank are 70 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ ആൻഡ് 90 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ ഇന്നർ സൈഡ്, അത് ഉള്ളിലുള്ള അളവുകളാണ് പറയുന്നത്. 70 സെൻറ്റിമീറ്റർ ഉണ്ട്, 80 സെൻറ്റിമീറ്ററും 90 സെൻറ്റിമീറ്ററും. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടേ? എത്ര ലിറ്റർ വെള്ളമാണ് കൊള്ളുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ലിറ്റർ വെള്ളമാണ് കൊള്ളുക? അതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ലിറ്ററിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ലിറ്ററിൽ എഴുതുമ്പോൾ നമുക്ക് അവിടെ ഒരു കൺവേർഷൻ വരുന്നുണ്ട്. നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കപ്പാസിറ്റിയാണ് കാണേണ്ടത്. കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ ലെങ്ത്തും കറക്റ്റ് തന്നിട്ടുണ്ട്, 70 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ വിഡ്ത്തും തന്നിട്ടുണ്ട്, 80 ആണെന്ന് തന്നിട്ടുണ്ട്, 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 70 ഇൻറ്റു 80 ഇൻറ്റു 90. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇത്. അപ്പോൾ 70 ഇൻറ്റു 80 ഇൻറ്റു 90 നമ്മൾ ഇൻറ്റു ചെയ്യണം. ഇൻറ്റുവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ മൊത്തത്തിൽ പാളിപ്പോകും. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മുടെ ആൻസർ തെറ്റിപ്പോയാൽ പിന്നെ മൊത്തത്തിൽ നമ്മുടെ ആൻസർ തെറ്റാണ്. ഓക്കെ, അപ്പോൾ 70 ഇൻറ്റു 80, 7 ഇൻറ്റു 8 നമുക്കറിയാം. 7 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? 49 ആണ്. പിന്നെ 56 ആണ്. അപ്പോൾ 7 ഇൻറ്റു 8 എന്ന് പറയുന്നത് 56 ആണ്. 56 ഇൻറ്റു 9. ആദ്യം നമ്മൾ സീറോസൊക്കെ ഇവിടെ എഴുതാം. 70 ഇൻറ്റു 80 ഇൻറ്റു 90 ആണ്. അപ്പോൾ നമുക്ക് സീറോസ് എഴുതാം. ഇതിനൊരു സീറോ, അപ്പോൾ 3 സീറോസ് നമ്മുടെ ആൻസറിലുണ്ടാവും. അപ്പോൾ 7 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 56 ആണ്. 56 ഇൻറ്റു 9 നോക്കാം. 9 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 9 ഇൻറ്റു 6 54 ആണ്. ബാലൻസ് 5 ഉണ്ട്. 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് നമുക്കറിയാം 45 ആണ്. 45നോട് എന്ത് ബാലൻസ് ഉള്ള ഈ 5 കൂട്ടണം. അപ്പോൾ നമുക്ക് 50 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ഇവിടെ കറക്റ്റ് അല്ലേ? 54. ഇപ്പോൾ കറക്റ്റ് ആയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആൻസർ ഇപ്പം എത്ര കിട്ടി? ഇതാണ് നമുക്ക് കിട്ടിയത്. 1s, 10s, 100s, 1000s, 10,000s, 5. അപ്പോൾ 5,04,000 ആണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. പക്ഷേ ഇത് നമ്മളോട് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞത് ലിറ്ററിലാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു പ്രശ്നവുമില്ല. 1000 കൊണ്ടൊക്കെ ഡിവിഷൻ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കട്ട് ഇറ്റ്. ഒരു സീറോ ഇവിടെ കട്ട് ചെയ്ത് ഒരു സീറോ ഇവിടെ കട്ട് ചെയ്യുക, ഒരു സീറോ ഇവിടെ ക്യാൻസൽ ചെയ്യുക, ഒരു സീറോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 504. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 504. 504 ലിറ്റേഴ്സാണ് നമുക്ക് വെള്ളമുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താണ് 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കൺവേർഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ചെയ്താലേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഇൻറ്റു നല്ലവണ്ണം ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ലെങ്ത് ഓഫ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ആർ 90 centimeters and 40 centimeters which contain 180 liters of water. How high is water level? അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. 90 സെൻറ്റിമീറ്ററും 40 സെൻറ്റിമീറ്ററുമാണ് ലെങ്ത്തും വിഡ്ത്തും. അതേപോലെ അതിന് 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ തന്നിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഉള്ളിൽ 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നത് കപ്പാസിറ്റിയാണ്. ഓക്കെ, ആ തന്നിരിക്കുന്ന കപ്പാസിറ്റിയാണ്. ഈ 2 ക്വസ്റ്റ്യനിൽ നമ്മളോട് കപ്പാസിറ്റിയാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ ഓൾറെഡി കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ലെവൽ? വാട്ടർ ലെവലിൻ്റെ ഹൈറ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 90 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്കറിയാം. വിഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് 180 ലിറ്റേഴ്സ് ആണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ക്യൂബിക് സെൻറ്റിമീറ്റർ ആക്കി മാറ്റണം. കാരണം ഇവിടെയൊക്കെ സെൻറ്റിമീറ്റർ ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബിക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. എന്നാലേ നമുക്ക് പ്രോബ്ലം ഒരേ യൂണിറ്റിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ യൂണിറ്റിലേക്കാക്കി. 180 ലിറ്ററിനെ നമ്മൾ യൂണിറ്റിലേക്കാക്കാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പം 3 സീറോസ് അഡീഷനായിട്ട് വരും. അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഹൈറ്റ് കാണാൻ, അതായത് നമുക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്, ഇവിടെ ഹൈറ്റാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഹൈറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. നേരത്തെ നമ്മൾ വോളിയത്തിലൊക്കെ ചെയ്തതാണ്. അതായത് വോളിയം തന്നു, എന്നിട്ട് ഹൈറ്റ് തന്നില്ല, അങ്ങനെ നമ്മളൊരു ബോക്സ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതേപോലുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇവിടെ കണ്ടല്ലോ, ഹൈറ്റ് ഈക്വൽ ടു കപ്പാസിറ്റി ഇൻറ്റു കപ്പാസിറ്റി ഡിവൈഡഡ്
ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഇപ്പോൾ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ഇതിങ്ങനെ എഴുതാം. അപ്പം ഓക്കെ, ബൈ കപ്പാസിറ്റി ബൈ 90 ഇൻറ്റു 4 അല്ലേ. ഇതാണ് നമുക്ക് നമ്മുടെ 90 നമ്മുടെ ലെങ്ത്താണ്, 40 എന്ന് പറയുന്നത് നമ്മുടെ വിഡ്ത്താണ്, ഇതെന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഓക്കെ, അപ്പം നമ്മുടെ കപ്പാസിറ്റി ബൈ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ, കപ്പാസിറ്റി എടുത്തു, ലെങ്ത്ത് ഇതാണ് 90 ആണ്, ഇൻറ്റു വിഡ്ത്ത്. കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു. അപ്പോൾ നമുക്ക് സീറോസും കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇനി എന്താ ഉള്ളത്? 9 ഉണ്ട് 18 ഉണ്ട്. 9 18 തമ്മിൽ ചെറിയ റിലേഷൻ ഉണ്ടല്ലോ. 1 9s are 9, 2 9s are 18. അപ്പോൾ നമുക്ക് 18ൽ 9 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. അപ്പോൾ നമ്മൾ 9നും ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ എന്താ ഇപ്പോൾ ഉള്ളത്? ഇവിടെ 200ഉം 4ഉം ആണുള്ളത്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തു അല്ലേ. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇവിടെയൊക്കെ എന്താ ഉള്ളത്? ഇവിടെ ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണ്? 4 ഉണ്ട് കേട്ടോ, ഇവിടെ 4 ഉണ്ട്. ഇതും കട്ട് ചെയ്തു. ഇപ്പം 200ഉം ഡിവൈഡഡ് ബൈ 4 ആണ്. 200ൽ 4 എത്ര ടൈംസ് പോവും? നിങ്ങൾക്കറിയാം. 20ൽ എത്ര ടൈംസ് പോവും? 4 5 ടൈംസ് പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ 5 എഴുതി. ഇവിടെ ഇപ്പോൾ ഇനി എന്തുണ്ട്? 50 ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയെങ്കിൽ വളരെ എളുപ്പം അതാണ്. കാരണം ഇത് നോക്കൂ, വളരെ എളുപ്പം അതാണ്. കാരണം നമ്മൾ പിന്നെ ഒരുപാട് ഇൻറ്റു ചെയ്ത് പിന്നെ അതിനെ ഡിവിഷൻ ചെയ്ത് അങ്ങനെ ഒരുപാട് സമയമെടുക്കും. അതിനെക്കാട്ടി നല്ല ഇവിടെ 0 0 0 0 കട്ട് ചെയ്തു. പിന്നെ 18ൽ 9 2 ടൈംസ്, 20ൽ 4 5 ടൈംസ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. ഇതിനെ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട, കാരണം സെൻറ്റിമീറ്ററിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യന് 50 സെൻറ്റിമീറ്ററിലായിരുന്നു. അതേപോലെ നമ്മുടെ ആൻസറും സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3 പ്രോബ്ലംസാണ് ഇതിൽ ചെയ്യുന്നത് ഈ വീഡിയോയിൽ. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് വലിയ പ്രോബ്ലംസ് തന്നെയാണുള്ളത്. 9 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 3 പ്രോബ്ലംസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക്